അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തി വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഇന്ന് കാണുന്ന സ്റ്റാർഡവും പണവും പ്രശസ്തിയും എല്ലാം ദിലീപ് സ്വന്തമാക്കിയത്. മിമിക്രിയാണ് സിനിമയിൽ എത്തിപ്പെടാൻ ദിലീപിനെ സഹായിച്ചത്. നടൻ എന്ന രീതിയിൽ കരിയർ വളർത്തിക്കൊണ്ട് സിനിമയിൽ എങ്ങനെ ലാഭകരമായി ബിസിനസ് മാറ്റണമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന താരവും ദിലീപ് തന്നെ. അല്ലായിരുന്നെങ്കിൽ എല്ലാവരും മടിച്ചു നിന്നപ്പോഴും ധൈര്യസമേതം മുന്നോട്ട് വന്ന് 2020 പോലൊരു സിനിമയുടെ നിർമ്മാണം ഏറ്റെടുത്ത് വൻ വിജയമായി മാറ്റുകയില്ലായിരുന്നു. ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ മലയാളികൾ നടന് മനസ്സറിഞ്ഞ് ചാർത്തിക്കൊടുത്തതായിരുന്നു. എന്നാൽ നടൻ്റെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടൻ്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ ദിലീപിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി. മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്ത് കാവ്യ മാധവനെ വിവാഹം ചെയ്തത് എന്നതായിരുന്നു അതിൽ നടൻ്റെ കരിയറിനെയും ഇമേജിനെയും സാരമായി ബാധിച്ച വിഷയങ്ങളിൽ ഒന്ന്. ദിലീപ് കാവ്യ വിവാഹത്തിന് ചുക്കാൻ പിടിച്ചവരെ പോലും ഒരു സമയത്ത് മലയാളികൾ വെറുത്തിരുന്നു. അന്ന് വിമർശനം നേരിട്ട ഒരാൾ KPCC ലളിതയായിരുന്നു. എല്ലാ കാലത്ത് KPCC ലളിതയുമായി നല്ലൊരു ആത്മബന്ധം ദിലീപിനുണ്ടായിരുന്നു. ഒരിക്കൽ ദിലീപ് കാവ്യ വിവാഹത്തെക്കുറിച്ച് നടി മനസ്സ് തുറന്നിരുന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കാവ്യയെ ഇഷ്ടമാണെന്ന് ദിലീപ് പലവട്ടം തന്നോട് പറഞ്ഞതായി നടി ഓർക്കുന്നു. കാവ്യ മാധവനും ദിലീപും പുതിയൊരു ജീവിതം ആരംഭിച്ചപ്പോൾ ഞാൻ പോയി അനുഗ്രഹിച്ചിരുന്നു. പക്ഷേ അവർ തമ്മിൽ മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, രഹസ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നോട് പറഞ്ഞിട്ടുമില്ല. കാരണം അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വേറെ ഒരാൾ പോയി പറയില്ലല്ലോ. അതിനെ കള്ളമെന്നോ കള്ളനെന്നോ പറയാൻ പറ്റില്ല. കാവ്യയെ കെട്ടാൻ പോവുകയാണെന്ന് ദിലീപ് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പൊട്ടിയാണ് ചേച്ചി, ഭയങ്കര പൊട്ടി. മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് കാവ്യയെക്കുറിച്ച് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നമ്മൾ ചിരിക്കുക എന്നല്ലാതെ വേറെ മറുപടിയൊന്നും പറയാനായി പോയിട്ടില്ലെന്നും നടി പറഞ്ഞു. 2014 എറണാകുളത്തെ വേദാന്ത ഹോട്ടലിൽ വെച്ച് നടന്ന വളരെ ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം. ചടങ്ങിൽ ബന്ധുക്കളും സിനിമാ രംഗത്തെ സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തു. മമ്മൂട്ടി, സിദ്ദിഖ്, മീര ജാസ്മിൻ, രഞ്ജിത്ത്, ജോമോൾ, ചിപ്പി, ജോഷി, ടോമിച്ച മുളകുപാടൻ, ജനാർദ്ദനൻ എന്നിവരും KPCC ലതയും കൂടാതെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു.